അരുൺ, അവിടെ ഇന്ന് പകൽ മുഴുവൻ അത്യാവശ്യം മഴയുണ്ടായിരുന്നു. രാത്രിയും ആ മഴ സാഹചര്യം തുടരുകയാണോ? റെഡ് അലർട്ടാണല്ലോ അരുൺ. അഷ്മി, ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്, നാളെ റെഡ് അലേർട്ടാണ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഏകദേശം ഒരു മണിക്ക് ശേഷം ആ കാര്യങ്ങൾ മാറി. ഇടവിട്ട സമയങ്ങളിൽ ശക്തമായ മഴ ജില്ലയുടെ എല്ലാ മേഖലയിലും പെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നഗര, തീരദേശ, മലയോര മേഖലകളിൽ ഒരുപോലെ മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴും ശക്തമായ മഴ. ഞാനിപ്പോൾ കണ്ണൂർ നഗരത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ഏകദേശം ഒരു അരമണിക്കൂർ നേരമായി മഴ നിർത്താതെ പെയ്യുന്നുണ്ട്. എന്തായാലും മഴയുടെ ശക്തി രാത്രിയോടെ കൂടി വരും എന്ന മുന്നറിയിപ്പ് കൂടിയുണ്ട്. ജില്ലാ ഭരണകൂടം കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും ഈ കൺട്രോൾ റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്നതാണ് ജില്ലാ ഭരണകൂടം ഇഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. നാളെ റെഡ് അലേർട്ട് ആയതുകൊണ്ട് തന്നെ പൊതുവായുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണം. അതിൽ പ്രാദേശിക ഭരണ സംവിധാനങ്ങൾക്ക് ആവശ്യമായ അനുസൃതം അവർക്ക് നിർദ്ദേശം നൽകുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർ അക്കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പുള്ളാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥയ്ക്ക് മുന്നിൽ കാണുന്നവർ അധികൃതരുമായി കൃത്യമായി ബന്ധപ്പെടണം. അങ്ങനെ എന്തെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വകാര്യ പൊതുയിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കണമെന്ന് പഞ്ചായത്ത് തലത്തിൽ ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ റെഡ് അലേർട്ട് മുന്നിൽ നിൽക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതയുള്ള മേഖലയിലെല്ലാം കൃത്യമായ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടം അതിൽ താലൂക്ക് തലങ്ങളിൽ കൺട്രോൾ റൂമുകളും പ്രാദേശിക തലങ്ങളിൽ ഭരണ സംവിധാനങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആശങ്ക ജില്ലയിൽ നിലനിൽക്കുന്നത് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഈ കുപ്പത്ത് വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായി. അവിടെ വീടുകളിലേക്കൊക്കെ ചെളിവെള്ളവും മണ്ണും ഒലിച്ചിറങ്ങുന്ന സാഹചര്യമുണ്ട്. മഴ ശക്തിപ്പെട്ടാൽ വീണ്ടും അതേ സാഹചര്യം, സമാന സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലുള്ള കാഴ്ച അവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. 27-ാം തീയതിക്കകം അവിടെ മറ്റ് നടപടികൾ, അത് തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞെങ്കിൽ പോലും മഴ അവിടെ ഇന്ന് ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ നാളെ റെഡ് അലർട്ട് ആണ്, മഴയാണ്.